മൻ മഅക അനസ് ചോദിക്കുന്നു മൻ മഅക മിൻ ഉസ്റതിക നിന്റെ കൂടെ നിന്റെ കുടുംബത്തിൽ നിന്ന് ആരൊക്കെയാണുള്ളത് എന്ന് ചോദിച്ചു. ഖാലിദ് പറയുന്നു മഈ അബി വ അഖീ വ ഉഖ്തി അസ്സഗീറ. മഈ എന്റെ കൂടെയുണ്ട്, അബി എന്റെ ഉപ്പ, വ അഖീ എന്റെ സഹോദരൻ, വ ഉഖ്തി അസ്സഗീറ എന്റെ ചെറിയ സഹോദരിയും. അനസ് ചോദിക്കുന്നു മാതാ തശ്തരീലി ഉമ്മിക്ക നിന്റെ ഉമ്മക്ക് വേണ്ടി നീ എന്താ വാങ്ങുന്നത്? ഖാലിദ് ഫുസ്താനൻ വ ഖിമാറൻ മാക്സിയും മുഖമക്കനയും വാങ്ങുന്നു. ഫുസ്താൻ മാക്സി, ഖിമാർ മുഖമക്കന, മക്കന. അനസ് അമാ തശ്തരീലി അഖീക ഷൈഅൻ നിന്റെ സഹോദരന് വേണ്ടി നീ ഒന്നും വാങ്ങുന്നില്ലേ? ഖാലിദ് ബലാ അഷ്തരി ലഹു സിർവാലൻ വ ശാലൻ. ബല അതെ, അഷ്തരി ലഹു സിർവാലൻ വ ശാലൻ ഞാൻ അവനൊരു പാന്റും ഷാളും വാങ്ങുന്നു. പിന്നെ അനസ് ചോദിക്കുന്നു മാതാ തുരീദു ഉഖ്തുക നിന്റെ സഹോദരി എന്താണ് ഉദ്ദേശിക്കുന്നത്, വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്? ഖാലിദ് പറയുന്നു വഹിയ തുരീദു തന്നൂറ അവൾ പാവാടയാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയാണ് പറയുന്നത്. മാതാ 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 അല്ലേ, അമാ തശ്തരി, മാതാ തശ്തരി, മൻ മഅക ഇങ്ങനെയൊക്കെ ഓരോരോ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഖാലിദ് അതിനുള്ള മറുപടികൾ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ചോദ്യങ്ങളും അതിന്റെ മറുപടികളുമാണ് ഇതിലൂടെ പഠിക്കാൻ കഴിയുന്നത് നമുക്ക്. ഇവിടെ ഇതിന്റെ തെദരിബാത്തിൽ അക്മിൽ കമാഫിൽ മിസാൽ ഉദാഹരണത്തിൽ നൽകിയതുപോലെ നിങ്ങൾ പൂർത്തിയാക്കിക്കോളൂ എന്നാ പറയുന്നത്. കുൽത്ത, കുൽത്തു, കുൽത്തി, ദാ കുൽത്ത നീ ആണിനോട് സംസാരിക്കുമ്പോ നീ പറഞ്ഞു. പെണ്ണിനോട് പറയുകയാണെങ്കിലോ നീ പറഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ കുൽത്തി എന്ന് പറയണം അല്ലെ. അപ്പൊ കുൽത്ത എന്നുള്ളത് എന്താണ്? മാദിയിലെ മുഫ്രദ് മുഖാത്തബ് മുദക്കർ, മുഫ്രദ് മുഖാത്തബ്. കുൽത്തി എന്നുള്ളത് മുഫ്രദ് മുഖാത്തബ് മുഅന്നസ്. കുൽത്തു എന്നുള്ളത് മുഫ്രദ് മുതകല്ലിം. കുൽത്തു എന്നുള്ളത് മുഫ്രദ് മുതകല്ലിം, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. തഖൂലു എന്നുള്ളതോ മുദാരിയിൽ നിന്നുള്ള മുഫ്രദ് മുഖാത്തബ് മുദക്കർ. തഖൂലീന എന്നുള്ളത് മുദാരിയിലെ മുഫ്രദ് മുദക്കർ മുഖാത്തബ്. തഖൂലീന എന്നുള്ളത് മുഫ്രദ് മുഅന്നസ് മുഖാത്തബ്. അഖൂല് എന്നുള്ളത് മുദാരിയിലെ മുഫ്രദ് മുതകല്ലിം, പറയണ്ടല്ലോ. അതുപോലെ കതബ്ത എന്നത് അതിന്റെ താഴെയുള്ള കള്ളിയിൽ എഴുതി കൊടുക്കേണ്ടത് എന്താണ്? കതബ്, കതബ്ത മുഫ്രദ് മുദക്കർ. കതബ്ത എന്നുള്ളത് മുഫ്രദ് മുദക്കർ മുഖാത്തബ്. ഇനി അതിന്റെ നേരെ മുഅന്നസ് എങ്ങനെ വരിക? താഴെ കള്ളിയിൽ കൊടുക്കാനുള്ളത് കതബ്, കതബ്തി. നീ ഒരു സ്ത്രീ എഴുതി. കതബ്ത നീ ഒരു പുരുഷൻ എഴുതി. കതബ്തി നീ ഒരു സ്ത്രീ എഴുതി. എന്നാൽ ഞാൻ എഴുതി എന്ന് ഒരു ആണ് പറയുകയാണെങ്കിലും പെണ്ണ് പറയുകയാണെങ്കിലും എങ്ങനെ പറയേണ്ടത്? ഞാൻ എഴുതി, കതബ്തു. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കതബ്തു എന്ന് തന്നെ പറയാം. നീ ഒരു പുരുഷൻ എഴുതുന്നു എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ പറയണം? മുദാരി ആക്കിയിട്ട്. ഒരു പുരുഷൻ എഴുതുന്നു മുദാരി. ആ പറഞ്ഞോ. തെക്തുബു, തെക്തുബു നീ ഒരു പുരുഷൻ എഴുതുന്നു. അതിന് നേരെ മുഅന്നസ് ആണ് തെക്തുബീന, നീ ഒരു സ്ത്രീ എഴുതുന്നു. മുദാരിയിലാണ് ഈ ബീന ബീന എന്നുള്ള കളി, മുദാരിയിലാണ് വരുന്നത് സ്ത്രീയുടേതില്. നേരെ മുദക്കർ തെക്തുബു ആക്കിയാൽ മതി. എന്നാൽ ഞാൻ എഴുതുന്നു ഒരു ആണ് പറയുകയാണെങ്കിലും പെണ്ണ് പറയുകയാണെങ്കിലും അക്തുബ് എന്ന് തന്നെ പറഞ്ഞാൽ മതി. അടുത്തത് സല്ലംത. സല്ലംത നീ ഒരു പുരുഷൻ സലാം പറഞ്ഞു. എന്നാൽ നീ ഒരു സ്ത്രീ സലാം പറഞ്ഞു എന്ന് എങ്ങനെ പറയാം? മൻഹ പറഞ്ഞേ, നീ ഒരു സ്ത്രീ സലാം പറഞ്ഞു. കേട്ടില്ല. വെരി ഗുഡ്. എന്നാൽ ഞാൻ സലാം പറഞ്ഞു എന്ന് എങ്ങനെ പറയാം? ലാസിം. ആ സല്ലംതു എന്ന് പറഞ്ഞാൽ മതി. സല്ലം തുന്നാൻ പോലെ ഞാൻ പറഞ്ഞു. ഒരു ആണ് പറയുകയാണെങ്കിൽ സല്ലംതു എന്ന് പറയാം. പെണ്ണ് പറയുകയാണെങ്കിൽ എങ്ങനെ പറയണം? ഹാസിം. പെണ്ണ് പറയാണ് ഞാൻ സലാം പറഞ്ഞു എന്നെങ്ങനെ പറയാം? അതാ
ഞാൻ പറഞ്ഞു. മുത്തക്കല്ലിമിന്റെ പദമായിട്ട് ആണ് പറഞ്ഞാലും പെണ്ണ് പറഞ്ഞാലും ഒരേ പദം തന്നെ. പറ പറ. സല്ലം തു. തും മീമൊന്നും വേണ്ട. ആണ് പറഞ്ഞാലും പെണ്ണ് പറഞ്ഞാലും ഒരേ വാക്ക് തന്നെയാണ് കേട്ടോ. ഓക്കെ. ഇനി നീ സലാം പറയുന്നു എന്ന് ആണ് പറയുമ്പോൾ തുസല്ലിമു, നീ സലാം പറയുന്നു ആണിനോട്. എന്നാൽ പെണ്ണിനോട് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? ഹൻഫ പറഞ്ഞ്. തുസല്ലിമൂന. അയ്യേ, ഒരു സ്ത്രീയോടാ പറയുന്നത്, ഒരുപാട് പുരുഷന്മാരോടല്ല, ഒരു സ്ത്രീയോട് പറയാണ്. തുസല്ലിമൂന എന്നാ പറയാ. നേരത്തെ നീ ഒരു സ്ത്രീ എഴുതുന്നു എന്ന് പറഞ്ഞില്ലേ, തെക്തുബീന എന്നതുപോലെ തുസല്ലിമു എന്നതിനെ അങ്ങനെ ആക്ക്. തുസല്ലിമീന. തുസല്ലിമീന, അതെന്ത് മീനാന്ന് ചോദിക്കരുത്. തുസല്ലിമീന, നീ ഒരു സ്ത്രീ സലാം പറയുന്നു. ഞാൻ സലാം പറയുന്നു എന്ന് പറയണമെങ്കിൽ ഉസല്ലിമു. അത് ആണ് പറയുമ്പോഴും പെണ്ണ് പറയുമ്പോഴും ഉസല്ലിമു തന്നെയാണ്. അടുത്തത് ദഹബത്തും, നിങ്ങളെല്ലാ പുരുഷന്മാരും പോയി. ദഹബത്തുന്ന, നിങ്ങളെല്ലാ സ്ത്രീകളും പോയി. ദഹബന, നമ്മൾ പോയി. ദഹബന, നമ്മൾ പോയി. തദ്ഹബുന, നിങ്ങളെല്ലാ പുരുഷന്മാരും പോകുന്നു. തദ്ഹബന, നിങ്ങളെല്ലാ സ്ത്രീകളും പോകുന്നു. കണ്ടാ, മുദക്കറും മുഅന്നസൊക്കെ ആദിയിലും മുദാരിലൊക്കെ പറയുന്നുണ്ട്. നദ്ഹബു, നമ്മൾ പോകുന്നു. നദ്ഹബു, നമ്മൾ പോകുന്നു. ഇനി അതിലേക്ക് ചേർത്തിട്ട് പറയണം. ഖറഅതും, നിങ്ങളെല്ലാ പുരുഷന്മാരും വായിച്ചു, ഓതി. എന്നാൽ നിങ്ങൾ എല്ലാ സ്ത്രീകളും ഓതി എന്ന് എങ്ങനെ പറയാം? നഷ്വ. മൈക്ക് ഓണാക്കാതെ പറയാം. നിങ്ങൾ എല്ലാ സ്ത്രീകളും ഓതി. ഓതി, എഴുതി എന്നല്ല, ഓതി. ഖറഅ. നിങ്ങൾ, അവരല്ല, നിങ്ങളെല്ലാ സ്ത്രീകളും ഓതി. എങ്ങനെ പറയണം? നേരെ മുകളിൽ ഉദാഹരണം കൊടുത്തില്ലേ? ദഹബത്തും ദഹബത്തുന്ന. അതുപോലെ ഖറഅതും. ആ, ഇവിടെ അല്ലേ? എല്ലാവരും ഒന്ന് എഴുന്നേറ്റുന്നേ. ഇപ്പം എഴുന്നേറ്റ്, മൈക്കൊന്ന്, ക്യാമറ ഒന്നും റെഡി ആക്കണ്ട. കുറച്ച് നേരം ഒന്ന് എഴുന്നേറ്റുന്നാ മതി. ക്യാമറ ഒന്നും റെഡി ആക്കണ്ട, റെഡി ആക്കണ്ട, ഇരിക്കാനുള്ളതാണ്. ഓക്കെ, വെരി ഗുഡ്. ഒന്ന് 3 തവണ തുള്ളിയേ നിങ്ങള്. ധൈര്യമായിട്ട് തുള്ളിക്കോ. ആ, മടമ്പില്ലാതെ, മടമ്പില്ലാതെ, മടമ്പ് തട്ടാതെ വിരലിലായി നിന്നുകൊണ്ട് തുള്ളട്ടെ. 3 അല്ല, ഒരു 5 തവണ ആയിക്കോട്ടെ, ഇഷ്കണ്ട. കൈയൊക്കെ നന്നായി കുടഞ്ഞ്, കൈയൊക്കെ നന്നായി കുടഞ്ഞ് ഉറക്കൊക്കെ പോയിക്കോട്ടെ. താഴെ ഉറ്റി വീഴട്ടെ. ആ, മതി മതി. ആ, മതി മതി മതി. റമീൻ എന്തോ ചെയ്യുന്നുണ്ട്. ഇരുന്നോ ഇരുന്നോ ഇരുന്നോ. ഇഷാൻ ഇരുന്ന് അഡ്ജസ്റ്റ് ചെയ്താ. ഇവിടെ എല്ലാവരും ശ്രദ്ധ, പൂർണ്ണമായ ശ്രദ്ധ ഇവിടെ വരട്ടെ. ഇവിടെ നമുക്ക് കിതാബിൽ തന്നെ നൽകിയിട്ടുണ്ട് ദഹബത്തും ദഹബത്തുന്ന. നമ്മുടെ മുകളിൽ പറഞ്ഞത് എന്താ അറിയാം? ഇവിടെ ഉദാഹരണത്തിൽ തന്നതുപോലെ നിങ്ങൾ പട്ടിക പൂർത്തിയാക്കാനാ പറഞ്ഞത്. ഉദാഹരണത്തിൽ നൽകിയത് നോക്കൂ. ദഹബത്തും ദഹബത്തുന്ന. ദഹബത്തും എന്ന വാക്ക് എന്താണ്? മാളിയിലെ ജംഅ്, ജംഅ് മുഖാത്തബ് മുദക്കർ അല്ലെ? മാളിയിലെ ജംഅ് മുഖാത്തബാണ്, അത് മുദക്കറാണ് ദഹബത്തും. എന്നാൽ അതിന്റെ നേരെ മുഅന്നസ് ആണ്. മാദിയിലെ ജംഅ് മുഖാത്തബ് മുഅന്നസ് ആണ് ദഹബത്തുന്ന. പിന്നെ കൊടുത്തത് എന്താ? ദഹബന ദഹബന. മാദിയിലെ മുസന്ന ജംഅ് മുതകല്ലിമാണ് ദഹബന, നമ്മൾ പോയി. ദഹബന, നമ്മൾ പോയി എന്നുള്ളത് ഉദാഹരണത്തിന് അങ്ങനെ കൊടുത്തു. അപ്പൊ അതുപോലെയാണ് താഴെയുള്ളത് മാദിയിൽ നിന്ന് നമ്മൾ റെഡിയാക്കി കൊടുക്കേണ്ടത്. പിന്നെ ഉദാഹരണം കൊടുത്തത് തദ്ഹബൂന, മുദാരിയിൽ നിന്നാണ്. മുദാരിയിലെ ജംഅ് മുദക്കർ, ജംഅ് മുഖാത്തബ് മുദക്കറാണ് തദ്ഹബൂന. അതിന്റെ നേരെ മുഅന്നസ് ആണ് തദ്ഹബ്ന എന്നുള്ളത്. ഉദാഹരണം അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? താഴെയുള്ളത് പൂർത്തിയാക്കി കൊടുക്കണം. നദ്ഹബു ജംഅ് മുതകല്ലിമാണ്.
നദ്ഹബു ജംഉ മുത്തകല്ലിമാണ്. അതുപോലെ നമ്മൾ താഴെയുള്ളതും പൂർത്തിയാക്കി കൊടുക്കണം. അതാ ചോദിക്കുന്നത്. ഖറഅ്തും മാദിയിലെ ജംഉ മുഖാത്തബ് മുദക്കർ, നിങ്ങൾ എല്ലാ പുരുഷന്മാരും ഓതി എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങൾ എല്ലാ സ്ത്രീകളും ഓതി എന്ന് പറയണമെങ്കിൽ എങ്ങനെ പറയണം? മുകളിൽ കണ്ടല്ലോ, ദഹബത്തും എന്നുള്ളത് ദഹബത്തുന്ന എന്നാക്കി. അതുപോലെ ഖറഅ്തും എന്നത് ഖറഅ്തുന്ന. ദഹബിന, നമ്മൾ എല്ലാവരും പോയി എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഇപ്പുറത്തെ കള്ളിയിൽ കൊടുക്കണം എന്ത്? ഖറഅ എന്നതിൽ നിന്ന് ഖറഇന, നമ്മളെല്ലാവരും വായിച്ചു ഓതി. രണ്ടാമത്തെ കള്ളിയിലും അതുപോലെ തന്നെ. ഇനി അതിന്റെ മുദാരിഅ് മുകളിൽ കൊടുത്തത് തദ്ഹബൂന, നിങ്ങൾ എല്ലാ പുരുഷന്മാരും പോകുന്നു. അതുപോലെ നമുക്ക് പറയണം നിങ്ങൾ എല്ലാ പുരുഷന്മാരും ഓതുന്നു, വായിക്കുന്നു എന്ന് പറയണം. അപ്പൊ എങ്ങനെ പറയാം? ഫസീഹ് പറഞ്ഞേ. യഖ്റഊന. തഖറഊന, നിങ്ങൾ എല്ലാ സ്ത്രീകളും ഓതുന്നു എന്ന് എങ്ങനെ പറയാം? ഫാത്തിമത്തുൽ സിയ പറഞ്ഞേ. പറഞ്ഞോ. തഖറഅന. വെരി ഗുഡ്. തഖറഅന. തദ്ഹബ്ന എന്ന് പറഞ്ഞല്ലോ മുകളില്, അതുപോലെ തഖറഅന എന്ന് പറയണം. എന്താണ് ഒരു പേടി? ധൈര്യത്തിൽ അങ്ങ് പറയാം. അടുത്തത്, നമ്മൾ ഓതുന്നു എന്ന് ആണുങ്ങൾ പറയുകയാണെങ്കിൽ എങ്ങനെ പറയണം ഇഷാൻ? നമ്മൾ ഓതുന്നു എങ്ങനെ ആണുങ്ങൾ പറയുമ്പോ എങ്ങനെ പറയാ? നമ്മൾ ഓതുന്നു, ഓതിന്നല്ല, ഓതുന്നു. മുലാരിയാണ്, മുലാരി. എന്തേ അടി പിടിച്ചു പോയാ? ഇടയ്ക്ക് ഇളക്കി കൊടുക്കണ്ടേ? ചെമ്പിൽ തന്നെ അങ്ങനെ പിടിച്ച അടി പിടിച്ചു പോയി തോന്നുന്നുണ്ട്. വേറെ ആരാ പറയാ? റജ, റജ ഒന്ന് പറഞ്ഞു കൊടുത്തേ. നമ്മൾ ഓതുന്നു എങ്ങനെ പറയാം? നമ്മൾ ഓതുന്നു. റമീന്റെ സബ് ജൂനിയർ വിഭാഗം അവിടുന്ന് ചിരിക്കുന്നുണ്ട്. വേറെ ഒരു ടാറ്റ കൊടുത്തേക്ക്. ആ, വേഗം പറയടോ റജ. മൈക്ക് ഓഫ് ആക്കി വെച്ചിട്ട് എങ്ങനെ ചിരിക്കാം? മൈക്ക് ഓൺ ആക്കി. പറ. ഇനി കിട്ടണമെങ്കിൽ കുറച്ച് ടൈം പിടിക്കും. ഇന്ന് വരുമോ? കൈ നീട്ടിയേ. അറിയില്ല. റജ കൈ നീട്ടിയേ. അടിയുടെ കിട്ടുമെന്ന് നോക്കട്ടെ. അല്ല, എന്റെ സമയം പോകുന്നേ. എന്നെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നുണ്ട് അവര്, വീട്ടുകാർ. നമ്മൾ ഓതുന്ന എങ്ങനെ പറയാം? ആര് പറയും? ദാനിഷ് പറയോ? വെരി ഗുഡ്. നീയൊക്കെ ഉണ്ടായിട്ടായിരുന്നോ? ഓക്കെ, എന്നാ പെൺകുട്ടികൾ പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? ഹൻഫ പറഞ്ഞേ. പെൺകുട്ടികൾ പറയുകയാണെങ്കിൽ നമ്മൾ ഓതുന്നു എങ്ങനെ പെൺകുട്ടികൾ പറയാം? നഖറഊ. നഖറഊനന്നൊന്നും പറയണ്ട, നഖറഊ അല്ലേ? മുത്തകല്ലിമിന്റെ പദം മുഫ്രദാണെങ്കിലും മുസന്ന ജം ആണെങ്കിലും ആൺകുട്ടികൾ പറയുന്നതും അതേ വാക്ക് തന്നെയാണ് പെൺകുട്ടികളും പറയാ. അതിൽ മുദക്കർ മുഅന്നസ് വേർതിരിവില്ല. മുത്തകല്ലിമിന്റെ കേട്ടോ, ഓരോരുത്തർ അവരെ കുറിച്ച് സ്വന്തത്തിൽ പറയുമ്പോ. കഴിഞ്ഞു. നൽതഖിദു മിൻ ഹാദിഹിൽ അഫ്ആലിൽ മാദിയത വൽ മുദാരിഅ, താഴെ കൊടുത്ത ഫേലുകളുടെ കൂട്ടത്തിൽ നിന്ന് മാദി മുദാരി നമുക്ക് വേർതിരിക്കാം. അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നുൻഷിഉൽ മുഹാവറ, നമുക്കൊരു ചെറിയ സംഭാഷണം ഉണ്ടാക്കാം അല്ലെ? നമുക്ക് ചെറിയ രൂപത്തിൽ ഉണ്ടാക്കാം. അനസ് ചോദിക്കുന്നു, മിൻ ഐന തെജിഉ, നീ എവിടെ നിന്ന് വരുന്നു? അപ്പൊ മറുപടി പറയേണ്ടത് അജീഉ മിനസ്സൂഖ്, ഞാൻ അങ്ങാടിയിൽ നിന്ന് വരുന്നു. ഇപ്പോൾ തന്നെ എഴുതി കൊടുക്കാം. അനസ് ചോദിക്കുന്നു, മാതാ ഇഷ്തറൈത്ത, മാതാ, അല്ലെ അങ്ങാടിയിൽ നിന്ന് ഇങ്ങോട്ട് വരികയല്ലേ? അങ്ങാടിയിൽ നിന്ന് വരുമ്പോ അവൻ വാങ്ങിയിട്ടല്ല വരുന്നത്. നീ എന്താ വാങ്ങുന്നത് എന്നല്ല ചോദിക്കുക, നീ എന്താണ് വാങ്ങിയത് എന്നാ ചോദിക്കേണ്ടത്. അപ്പൊ ചോദിക്കേണ്ടത് മാതാ ഇഷ്തറൈത്ത. ചേർത്ത് വായിക്കുമ്പോൾ
മാതഷ്തറൈത്ത, നീ എന്ത് വാങ്ങി? അപ്പോ എന്താ, കുറച്ച് സാധനങ്ങൾ വാങ്ങി അല്ലെ, അല്ലെങ്കിൽ വസ്ത്രങ്ങൾ വാങ്ങി എന്ന് പറയാം. ഇഷ്തറൈത്തു അഖ്മിശതൻ, ഇഷ്തറൈത്തു അഖ്മിശതൻ. അല്ലെങ്കിൽ ഞാൻ കുറച്ച് വസ്ത്രങ്ങൾ വാങ്ങി, ഞാൻ വസ്ത്രങ്ങൾ വാങ്ങി. അനസ് ചോദിക്കുന്നു, അയ്യ അഖ്മിശത്തിൻ ഇഷ്തറൈത്ത, അയ്യ അഖ്മിശത്തിൻ, ഏത് വസ്ത്രമാണ് ഇഷ്തറൈത്ത നീ വാങ്ങിയത് അല്ലേ? അല്ലെങ്കിൽ അയ്യൽ മലാബിസ്, അഖ്മിഷ എന്ന് പറഞ്ഞാൽ അതന്നെയാണ് മലാബിസ് ഒക്കെ തന്നെ. അയ്യ അഖ്മിശത്തിൻ ഇഷ്തറൈത്ത, ഏത് വസ്ത്രമാണ് നീ വാങ്ങിയത്? അപ്പൊ ഖാലിദ് പറയുന്നു ഇഷ്തറൈത്തു. എന്താ ഖാലിദ് വാങ്ങാൻ സാധ്യത എന്താ? ഷർട്ട് ആയിക്കോട്ടെ അല്ലെ, കുപ്പായം. ഇഷ്തറൈത്തു ഖമീസൻ, അല്ലെങ്കിൽ പാന്റ് ആണെങ്കിൽ ഇഷ്തറൈത്തു ബന്തലൂനൻ, തൊപ്പിയാണെങ്കിൽ ഇഷ്തറൈത്തു ഖലൻസുവത്തൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഇഷ്തറൈത്തു ബന്തലൂനൻ, പാൻസ് വാങ്ങി. ഇനി നഖറഉ വ നഫ്ഹമുൽ ഫർഖ, നമുക്ക് വായിക്കാം, വ്യത്യാസം മനസ്സിലാക്കാം. ഒന്ന് വായിച്ചു നോക്കുക. അത് എന്താ പറയുന്നത് വെച്ചാല്, മുത്തക്കല്ലിമിന്റെ പദം ആൺകുട്ടികൾ പറഞ്ഞാലും പെൺകുട്ടികൾ പറഞ്ഞാലും ഒരേ പദം തന്നെയാണ് പറയേണ്ടത്. ഖാലിദ് എന്ന് പറയുന്ന ഒരു ആണ് പറഞ്ഞു, ഖറഅത്തുൽ യൗമ മിനൽ ഖുർആനി ജുസ്അൻ വ അഖ്തിമു കുല്ല ശഹരിൻ മറ. ഖറഅത്തുൽ യൗമ ജുസ്അൻ വ അഖ്തിമു കുല്ല ശഹരിൻ മറ. ഞാൻ ഇന്ന് ഖുർആനിൽ നിന്ന് ഒരു ജുസ് ഓതി, എല്ലാ മാസവും ഞാൻ ഒരു ഖത്മ് പൂർത്തീകരിക്കും. ഖാലിദ് എന്ന ആണ് പറഞ്ഞത് അങ്ങനെ തന്നെ, അതേ വാക്ക് തന്നെയാണ് ജുമാന എന്ന പെണ്ണ് പറയുമ്പോഴും. അതിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്, മുത്തക്കല്ലിമിന്റെ പദം മുദക്കർ ആണ് പറയുന്നതെങ്കിലും മുഅന്നസ് ആണ് പറയുന്നതെങ്കിലും ഒരേ പദം തന്നെയാണ്, വ്യത്യാസമില്ല. പിന്നെ പക്ഷെ മുത്തക്കല്ലിമിന്റെ പദമല്ലാത്തത് ഗായിബ് ആണെങ്കിലും മുഖാത്തബിന്റെ പദങ്ങളാണെങ്കിലും, ഫാഇല് മുദക്കർ ആണെങ്കിൽ ഫിഇലിനെ നമ്മൾ അതിനനുസരിച്ച് മുദക്കറാക്കി ഉപയോഗിക്കണം അല്ലെ. ഗായിബ് ആണെങ്കിലും മുഖാത്തബിന്റേതാണെങ്കിലും. ഫാഇല് മുഅന്നസ് ആണെങ്കിൽ ഫിഇലിനെ നമ്മൾ മുഅന്നസ് ആക്കണം. ഫാഇല് ജംഅ ആണ്, രണ്ടിൽ കൂടുതൽ പേരുണ്ടെങ്കിൽ ഫിഇലിനെ നമ്മൾ ജംആക്കി ഉപയോഗിക്കണം. ഫാഇല് രണ്ട് പേരാണ്, മുസന്നയാണെങ്കിൽ ഫിഇലിനെ നമ്മൾ മുസന്നയാക്കണം. ഫാഇല് ഒരാളെ ഉള്ളുവെങ്കിൽ ഫിഇലിനെ നമ്മൾ ഒരാളാക്കണം, മുഫ്രദാക്കണം. അതൊക്കെ നമ്മൾ പഠിച്ചല്ലോ, അതൊക്കെയാണ് പറഞ്ഞത്. നല്ലഫ ജുനൈദുൻ അൽ അസ്നാൻ, ഇവിടെ നല്ലഫ ജുനൈദുൻ അൽ അസ്നാൻ, ജുനൈദ് പല്ലുകൾ വൃത്തിയാക്കി എന്ന് പറഞ്ഞാൽ പല്ല് തേച്ചു. ഇവിടെ ഫാഇല് ജുനൈദ് ആണ്. ജുനൈദ് നമ്മുടെ നാട്ടിലൊക്കെ പെണ്ണല്ലേ ദാനിഷ് അല്ലേ? ദാനിഷ് ഷോക്കടിച്ച മാറി നിൽക്ക്, വേഗം പറ, മറുപടി പറ, മൈക്കൂല് പറ. ജുനൈദ് എന്ന് പറഞ്ഞ പെണ്ണല്ലേ? ഏന്നോ? അടുത്ത ആള് പറ. ജുനൈദ് ആണ് അല്ലെ? അപ്പൊ നല്ലഫത്ത് എന്നാ പറയണ്ടേ, നല്ലഫ എന്നാ പറയണ്ടേ? ഇന്ന് വരൂലെന്ന് തോന്നുന്നുണ്ട്. നല്ലഫ, നല്ലഫ എന്ന് മുദക്കറാക്കി പറയാനുള്ള കാരണം അതിന്റെ ഫാഇൽ ജുനൈദുൻ എന്ന മുദക്കറാണ്, ഒരാൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നല്ലഫ എന്നുള്ളത് മുഫ്രദ് മുദക്കറാക്കി പറഞ്ഞു മാളിയിലെ. എന്നാൽ നല്ലഫത്ത് ജുമാനത്തു അൽ അസ്നാൻ, ജുമാന എന്ന പെണ്ണാണ് പല്ല് തേച്ചു എന്ന് പറയുന്നതെങ്കിലോ, അപ്പൊ നല്ലഫത്ത്, കാരണം ജുമാന സ്ത്രീയാണ്, അപ്പൊ നല്ലഫത്ത് എന്നതിനെ മുഅന്നസാക്കി പറഞ്ഞു. അടുത്തത് ത്വാലിബ്, അത്വാലിബ് മുദക്കറാണ്, മുഫ്രദാണ്, ഒരാളെ ഉള്ളൂ. അപ്പോ യക്തുബു ത്വാലിബു അദ്ദർസ, വിദ്യാർത്ഥി പാഠം എഴുതും അല്ലെ? അതിന്റെ ഫാഇൽ അത്വാലിബ് എന്ന മുദക്കറ, അതുകൊണ്ട് യക്തുബു എന്ന് മുദക്കറാക്കി പറഞ്ഞു. എന്നാൽ വിദ്യാർത്ഥിനി അത്വാലിബത്തു, വിദ്യാർത്ഥിനി പാഠം എഴുതുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെ പറയണം? യക്തുബു എന്ന് പറയരുത്, തെക്തുബു എന്ന് പറയണം അല്ലെ? ത്വാലിബത്ത് ഫാഇല് മുഅന്നസ് ആയത് കൊണ്ട് നമ്മൾ ഫിഇലിനെ മുഅന്നസ് ആക്കി ഉപയോഗിച്ചു. ഇനി ഫാഇല് രണ്ട് പുരുഷന്മാരാണെങ്കിൽ ഫിഇലിനെ നമ്മൾ മുസന്നയാക്കി ഉപയോഗിക്കണം, മുസന്ന മുദക്കറാക്കണം. രണ്ട് പുരുഷന്മാരാണെങ്കിൽ ജുനൈദുൻ വ ഖാലിദുൻ ഖറആ ജരീദത്തൽ യൗം, ജുനൈദും ഖാലിദും അവർ രണ്ടു പേരും ഇന്നത്തെ പത്രം വായിച്ചു. എന്നാൽ അത് രണ്ട് സ്ത്രീകളാണ് വായിച്ചതെങ്കിലോ, ജുമാനത്തു വ ലബീബത്തു ഖറഅതാ ജരീദത്തൽ യൗം, ലബീബയും ജുമാനയും അവർ രണ്ടു പേരും ഇന്നത്തെ പത്രം വായിച്ചു. ഇനി
രണ്ടു പേരല്ല ഒരുപാട് പുരുഷന്മാരാണ് ഫായിലായിട്ട് വരുന്നതെങ്കിൽ അൽ ഔലാദു ആൺകുട്ടികൾ ഖറഉൽ ഖുർആന ഖറഊ അവരെല്ലാവരും വായിച്ചു അൽ ഖുർആന ഖുർആൻ വായിച്ചു ഓതി. എന്നാൽ പെൺകുട്ടികളാണെങ്കിലോ അൽ ബനാത്തു പെൺകുട്ടികൾ രണ്ടിലധികം പെൺകുട്ടികൾ ഖറഅനൽ ഖുർആന അവരെല്ലാ സ്ത്രീകളും ഖുർആൻ ഓതി. ഇവിടെ മനസ്സിലായില്ലേ നമുക്ക്? ഫായില് മുദക്കർ മുഫ്രദ് ആണെങ്കിൽ ഫിഅലിനെ മുഫ്രദ് മുദക്കറാക്കി ഉപയോഗിക്കണം. ഫായില് മുഫ്രദ് മുഅന്നസ് ആണെങ്കിൽ ഫിഅലിനെ മുഫ്രദ് മുഅന്നസ് ആക്കണം. ഫായില് മുസന്ന മുദക്കർ ആണെങ്കിൽ ഫിഅലിനെ മുസന്ന മുദക്കർ ആക്കണം. ഫായില് മുസന്ന മുഅന്നസ് ആണെങ്കിൽ ഫിഅലിനെ മുസന്ന മുഅന്നസ് ആക്കണം. ഫായില് ജംഅ മുദക്കർ ആണെങ്കിൽ ഫിഅലിനെ ജംഅ മുദക്കർ ആക്കണം. ഫായില് ജംഅ മുഅന്നസ് ആണെങ്കിൽ ഫിഅലിനെ ജംഅ മുഅന്നസ് ആക്കണം. ഇതാണ് ഇവിടെ പറഞ്ഞു തന്നത്. നമ്മളിതൊക്കെ മനസ്സിലാക്കണം കേട്ടോ ഇൻഷാ അല്ലാഹ്. നമുക്കൊക്കെ പൂരിപ്പിക്കാനൊക്കെ ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കുമ്പോൾ കുറച്ചൊക്കെ മനസ്സിലാകും. പിന്നെ പറയുന്നു ഹമീദും ഷാക്കിറും യദ്ഹബാനി ഇലൽ മദ്രസ ഹമീദും ഷാക്കിറും അവർ രണ്ടുപേരും മദ്രസയിലേക്ക് പോകുന്നു. സാജിദത്തു വ ജമീലത്തു തദ്ഹബാനി ഇലൽ മദ്രസ അല്ലെ, സാജിദയും ജമീലയും അവർ രണ്ട് സ്ത്രീകളും മദ്രസയിലേക്ക് പോകുന്നു. ആദ്യം പറഞ്ഞത് മുദക്കറും ഇപ്പൊ പറഞ്ഞത് മുഅന്നസും മുളാരിയിൽ. അൽ മുവല്ലഫൂന യർജിഊന മിനൽ മസ്നഅ തൊഴിലാളികൾ അവർ ഫാക്ടറിയിൽ നിന്ന് തിരിച്ചു വരുന്നു. മുവല്ലഫൂൻ ജംഉ മുദക്കറാണ്. അപ്പൊ യർജിഊന എന്ന മുദാരിഇനെ ജംഉ മുദക്കറാക്കി ഉപയോഗിച്ചു. അൽ മുവല്ലഫാത്തു തൊഴിലാളികളായ സ്ത്രീകൾ ഉദ്യോഗസ്ഥകൾ യർജിഅന മിനൽ മസ്നഇ അവർ ഫാക്ടറിയിൽ നിന്ന് തിരിച്ചു വരുന്നു. അപ്പൊ യർജിഅന മുവല്ലഫാത്ത് മുഅന്നസ് ജംഅ ആയതുകൊണ്ട് യർജിഅന എന്ന മുദാരിഇനെ ജംഅ മുഅന്നസ് ആക്കി ഉപയോഗിച്ചു. അടുത്ത ചോദ്യം യാ അഖി ഹൽ ശരിബ്ത തൽബീന ഹൽ ശരീബ്ത തൽബീന ഇന്ന് ഈ പള്ളിയിൽ തൽബീന ഉണ്ടായിരുന്നു, പായസം, ഇന്നത്തെ സ്വലാത്തിന്. യാ അഖി ഹൽ ശരീബ്ത തൽബീന നീ പായസം കുടിച്ചോ സഹോദര? യാ അഖി എന്റെ സഹോദര ഹൽ ശരീബ്ത തൽബീന നീ പായസം കുടിച്ചോ? എന്നാൽ സഹോദരിയോട് ചോദിക്കുമ്പോ എങ്ങനെ പറയണം? യാ ഉഖ്തി എന്റെ സഹോദരി ഹൽ ശരിബ്തി എടി പെണ്ണ് നീ കുടിച്ചോ തൽബീനത്തൻ നീ പായസം കുടിച്ചോ? അമാൻ സലീം രണ്ടുപേരും രണ്ട് പുരുഷന്മാരോട് ചോദിക്കുക യാ അമാൻ വയാ സലീം അമാനെ സലീമേ നിങ്ങൾ രണ്ടുപേരും ഖുർആൻ ഓതിയോ? യാസീൻ ഓതിയോ? ഹൽ ഖറഅതുൽ ഖുർആൻ നിങ്ങൾ രണ്ടുപേരും ഖുർആൻ ഓതിയോ? എന്നാൽ ഹിബ എന്ന കുട്ടിയുണ്ട്, ഫാത്തിമ എന്ന കുട്ടിയുണ്ട്. രണ്ടുപേരോട് ചോദിക്കുകയാണ് യാ ഹിബത്തു വയാ ഫാത്തിമത്തു ഓ ഹിബ അതെ ഫാത്തിമ ഹൽ ഖറഅതുൽ ഖുർആന നിങ്ങൾ രണ്ടുപേരും ഖുർആൻ ഓതിയോ? എന്നാൽ ആൺകുട്ടികളോട് ചോദിക്കുന്നു യാ അയ്യുഹൽ ഔലാദ് ഓ ആൺകുട്ടികളെ ഹൽ സ്വല്ലൈതുമുസ് സുബ്ഹ് നിങ്ങളൊക്കെ സുബ്ഹ് നിസ്കരിച്ചതാണോ? എന്നാൽ പെൺകുട്ടികളെ വിളിക്കുമ്പോൾ എങ്ങനെ വിളിക്കുക? യാ അയ്യുഹ എന്നല്ല വിളിക്കേണ്ട, യാ അയ്യത്തുഹൽ ബനാതു ഓ പെൺകുട്ടികളെ ഹൽ സ്വല്ലൈതുന്നസ് സുബ്ഹ് നിങ്ങളെല്ലാവരും സുബ്ഹ് നിസ്കരിച്ചിരുന്നോ? ഇനി മുജീബ് പറയും, മുജീബിനോട് ചോദിക്കുന്നു യാ മുജീബു മതാ തദ്ഹബു ഇലാ ദുബൈ മുജീബെ നീ എപ്പോഴാണ് ദുബൈയിലേക്ക് പോകുന്നത്? യാ ലാസിം മതാ തദ്ഹബു ഇലാ കുർബൈ ലാസിം നീ എപ്പോഴാ കുർബയിലേക്ക് പോകുന്നത്? മതാ എപ്പോൾ? ജമീലാത്തനോട് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ചോദിക്കാം? യാ ജമീലാത്ത അല്ല ജമീലാത്ത എന്നല്ല, യാ ജമീലത്തു ഓ ജമീല മതാ തദ്ഹബീന ഇലാ വടകര നീ എപ്പോഴാണ് വടകരയിലേക്ക് പോകുന്നത്? അല്ലെ ദുബൈ നീ എപ്പോഴാ ദുബൈയിലേക്ക് പോകുന്നത്? മതാ എപ്പോൾ, വെൻ. ഇനി രണ്ട് പുരുഷന്മാരോട് രണ്ട് ആണുങ്ങളോട് ചോദിക്കുകയാണ് ഇഷാൻ 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 ഇങ്ങോട്ട്. രണ്ട് സഹോദരന്മാർ നീ അവിടെ വേറെ ക്ലാസ് എടുക്കുന്നുണ്ട്, ഇങ്ങോട്ട് നോക്ക്. രണ്ട് സഹോദരന്മാരോട് ചോദിക്കുകയാണ് യാ അഹവായ അത് എന്ത് വായ? മൈസൂർ വാഴ, റോബസ്റ്റ് വാഴ, പിന്നെ നേന്ത്രവാഴ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതെന്ത് വാഴ? അങ്ങനത്തെ വാഴ അല്ല. യാ അഹവായ ഓ എന്റെ രണ്ട് സഹോദരന്മാരെ എന്റെ രണ്ട് സഹോദരന്മാരെ എന്നാ ചോദിക്കുന്നത്. മതാ തെർജിആനി മിനൽ മസ്ജിദ് നിങ്ങൾ രണ്ടുപേരും എപ്പോഴാ പള്ളിയിൽ നിന്ന് തിരിച്ചു വരിക? കുറെ നേരമല്ല പോയിട്ട്. നിങ്ങൾ രണ്ടുപേരും എപ്പോഴാ പള്ളിയിൽ നിന്ന് തിരിച്ചു വരിക? മതാ തെർജിആനി എപ്പോൾ നിങ്ങൾ രണ്ടുപേരും തിരിച്ചു വരും? മിനൽ മസ്ജിദ് പള്ളിയിൽ നിന്ന്. എന്നാ രണ്ട് വേറെ ആയ യാ ഉഖ്തായ രണ്ട് സഹോദരിമാരെ
മത തെർജിആനി മിനൽ മദ്രസ. നിങ്ങൾ സ്കൂളിൽ പോയിട്ട് കുറെ നേരമായല്ലോ, നിങ്ങൾ രണ്ടുപേരും എപ്പോഴാ തിരിച്ചു വരാ? ചെറിയ അനിയത്തി ചോദിക്കുകയാണ്. രണ്ട് ഇത്താത്തമാരെ, നിങ്ങൾ രണ്ടുപേരും എപ്പോഴാ സ്കൂളിൽ നിന്ന് തിരിച്ചു വരാ? അപ്പൊ പ്രയോഗങ്ങളൊക്കെ മനസ്സിലാക്കുക. യാ ഔലാദു, ഓ ആൺകുട്ടികളെ, അല്ലെങ്കിൽ എന്റെ മക്കളെ, അല്ലെങ്കിൽ ഓ മക്കളെ, ഹൽ തൽഅബൂൻ, നിങ്ങൾ കളിക്കുകയാണോ? യാ ഇഷാൻ, ഹൽ തൽഅബു, നീ കളിക്കുകയാണോ? യാ ബനാത്തി, എന്റെ പെൺകുട്ടികളെ, എന്റെ പെൺകുട്ടികളെ, ഹൽ തൽഅബ്ന, നിങ്ങൾ കളിക്കുന്നോ, നിങ്ങൾ കളിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നു. ഇൻഷാ അള്ളാഹ് ബാക്കി നമ്മുടെ നാളത്തെ ഫേസ് ടു ഫേസ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇത് അങ്ങ് പൂർത്തിയാക്കും. എണ്ണലും എണ്ണി പഠിക്കലൊക്കെ കൂടെ റിവിഷൻ നടത്താനുള്ളൂ. അതൊക്കെ നമ്മൾ ലാസ്റ്റ് പഠിച്ചതല്ലേ, എല്ലാവർക്കും അറിയുന്നതാണ്. റിവിഷൻ്റെ ഒന്നും കാര്യമില്ല. ഇൻഷാ അള്ളാഹ് പോവല്ലേ? സമയം 9:35. ചെറിയ സ്വലാത്തല്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم صل على جميع الأنبياء والمرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته.